നീ കാര്യം എന്താന്ന് വെച്ചാ പറ. കൊറേ നേരം ആയല്ലോ ഈ തെങ്ങിൻതോപ്പിലോട്ട് നോക്കിക്കാൻ തുടങ്ങിയിട്ട്. ചിലപ്പോ എന്റെ സംശയം മാത്രമായിരിക്കും, അതുകൊണ്ടാണ് ഞാൻ നിക്കിനെ വിളിക്കണ്ടെന്ന് പറഞ്ഞത്. എന്റെ സംശയം തെറ്റാണെങ്കിൽ ചിലപ്പോ അവൾക്ക് വിഷമായാലോ. ചേച്ചി കാര്യം പറ, എനിക്ക് ടെൻഷൻ ആവുന്നു. അമ്മ ഇന്നലെ രാത്രി നിക്കിനെ ഇവിടുന്ന് കണ്ടു എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നിട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോ കണ്ടോ? ഇല്ല. നിങ്ങളല്ലേ പറഞ്ഞത് ചിലപ്പോ അവള് ചാടി ഓടിക്കാണോന്ന്. ഇത്ര ഹൈറ്റിൽ നിന്നും നിക്കി ചാടൂലെന്നല്ലേ അമ്മ അപ്പൊ പറഞ്ഞത്? ഓക്കെ, അതവിടെ നിക്കട്ടെ. എന്നിട്ട് ആ കാര്യം അമ്മ നിക്കീനോട് ചോദിച്ചോ? ഇല്ല, ഞാനത് ചോദിക്കണമെന്ന് കരുതിയതാ. പക്ഷെ നിക്കീനെ കാണുമ്പോ കൃത്യം അത് മറന്നുപോകും. അതും എനിക്ക് ഇപ്പൊ തന്നെ ചോദിക്കാലോ. നിക്കിനെ വിളിക്ക്. നിക്ക്, ഇപ്പൊ ചോദിക്കണ്ട. ഇതായിരുന്നു നിനക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞത്. ഇതും നീ കരഞ്ഞതും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്, പറയാം. ഇന്നലെ രാത്രി ഞാൻ ഒരു ദുസ്വപ്നം കണ്ട് ഞെട്ടി എണീറ്റപ്പോ ഭയങ്കര ദാഹം. എണീറ്റ് വെള്ളം കുടിച്ചോണ്ടിരുന്നപ്പോഴാ ഒരു സംസാരം കേട്ടത്. എന്തൊരു കഷ്ടം, ഞാൻ എത്ര തവണ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല. എന്നിട്ട് എന്താ അത് നീ രാവിലെ പറയാഞ്ഞത്? ഞാനത് നേരിട്ട് നിക്കിനോട് തന്നെ ചോദിച്ചു. അപ്പൊ അവൾ അങ്ങനെ ഒരു സംഗതിയെ അറിഞ്ഞിട്ടില്ല. പിന്നെ ചേച്ചി ആരെയാ കണ്ടത് നിക്കിനെ തന്നെയാ. പക്ഷെ പിന്നെയാണ് ഞാനത് ശ്രദ്ധിച്ചത്. നിക്കിയുടെ സൗണ്ടിലൊരു വ്യത്യാസം. വ്യത്യാസം എന്ന് വെച്ചാ? ചിലപ്പോ മൂക്കടങ്ങുന്നല്ലോ ആയിരിക്കും, തണുപ്പല്ലേ. അങ്ങനത്തെ വ്യത്യാസമല്ല, ഇത് വേറെ സ്വരം, മറ്റാരോ സംസാരിക്കുന്ന പോലെ. എന്താ ചേച്ചി ഇപ്പൊ പറഞ്ഞു തന്നെ? നിക്കിയുടെ മേത്തെന്താ പ്രേതബാധയാണോ? ആ അതെ, അത് തന്നെ. നിനക്ക് എങ്ങനെ മനസ്സിലായി? അയ്യോ, പ്രേതോ? ആ ഒരു ഡൗട്ട് എനിക്കുണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഒന്നും സംഭവിക്കൂലല്ലോ. അപ്പൊ ഇതാണ് നിനക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞ വലിയൊരു രഹസ്യം. പ്രേതാണ് അത്ര, പ്രേതം. അപ്പൊ ഇന്നലെ രാത്രി കണ്ടതോ? ഇന്ന് മോളിൽ നിന്ന് കണ്ടതോ? അമ്മ ഇന്നലെ രാത്രി കണ്ടതോ? എന്നെ കണ്ടപ്പോ നിക്ക് ചാടി ഓടിയത് തന്നെയായിരിക്കും. പിന്നെ നീ കണ്ടത് അത് നീ സ്വപ്നം വല്ലതും കണ്ടായിരിക്കും. ശരി, സ്വപ്നാണെന്ന് വെച്ചോ. അപ്പൊ ഞാൻ ഇപ്പൊ അലമാരന്റെ അവിടുന്ന് കണ്ടതോ? ഓ എനിക്കറിയില്ല എന്തൊക്കെയാന്നുള്ളത്. നമുക്ക് നിക്കിയോട് ചോദിച്ചാ പോരെ? നിക്കി ഒന്നിങ്ങ് വന്നേ. ഇവളിത് എവിടെ പോയി കിടക്കുക? ഞാൻ പോയി വിളിച്ചിട്ട് വരാം. എന്തുവാ ചേച്ചി, എവിടെ എന്തൊക്കെയാ നടക്കണേ? എനിക്കറിയത്തില്ല. ആ നിക്കി വന്നല്ലോ. വന്നോ? ചേച്ചി ചോദിക്ക്. നിക്കി, ഇന്നലെ രാത്രി ഈ ബാൽക്കണിയിൽ നിന്ന് എന്നോട് സംസാരിച്ചത് നീ തന്നെയല്ലേ? ആണോ അതോ അല്ലേ? അതുപോലെ നേരത്തെ നീ അലമാരിന്റെ അവിടെ ചേച്ചീനെ കണ്ടോ? നിക്കി, നീ പറഞ്ഞിട്ട് പോ. കണ്ടോ, എന്തോ കള്ളത്തിലുണ്ട്. അതെനിക്ക് മിണ്ടാതെ ഓടിക്കളഞ്ഞത്. പുറകശത്ത് കിടന്ന് ഉറങ്ങായിരുന്നു. ഞാൻ നേരെ അറസ്റ്റ് ചെയ്തോണ്ട് പോന്നു. ഹായ് ചേച്ചി. നിക്കി ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. എന്തോന്ന്? അമ്മ പോയതിന് പുറകെ ഇങ്ങോട്ട് വന്നായിരുന്നു. ഞങ്ങൾ ചോദിച്ചതിന് ഒരു ആൻസറും തരാതെ ഓടിപ്പോയി. നിക്ക് പുറകുവശത്ത് ഉണ്ടായിരുന്നല്ലോ. ഞാൻ ചെന്നപ്പോ നല്ല ഉറക്കായിരുന്നു. വിളിച്ചെണീപ്പിച്ച് കൊണ്ടുവരുമായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ
ഇത്തവണ ദിയൻ സാക്ഷിയ. ചോയ്ക്ക്, ഇവളോട് ചോയ്ക്ക്, ഇതിന് മൊത്തം സത്യം പറയിപ്പിക്ക്. എന്താ എനിക്ക് നിങ്ങൾ പറയണമെന്നും മനസ്സിലാവുന്നില്ല. നിക്കിയിരിക്കെ, ഞാൻ പറയാം. ആ ഇരുന്നു, ഇനി പറ. നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അവിടെ ഒന്നും ഞാൻ വന്നിട്ടില്ല. പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ആദ്യം നടന്ന സംഭവ സമയത്ത് ഞാൻ കൂട്ടിക്കിടന്ന് ഉറങ്ങുമായിരുന്നു. രണ്ടാമത് പറഞ്ഞ രാത്രി സമയം ആസ് യൂഷ്വൽ ഞാൻ ഉറക്കമാണ്. പിന്നെ ഇന്ന് നടന്ന 2 സമയത്തും ഞാൻ പുറകുവശത്തായിരുന്നു. അപ്പൊ നീ എന്തെടുക്കായിരുന്നു? അപ്പോൾ ഞാൻ ഉറങ്ങുമായിരുന്നു. എന്താണെന്നറിയില്ല, ഇന്നലെ മുതൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉറക്കം വരും. പിന്നെ എന്തെങ്കിലും സ്വപ്നം കണ്ട് ഞെട്ടിയെണീക്കും. അപ്പൊ നിക്ക് ഉറങ്ങിയതിന് ശേഷമാണ് രണ്ടാമത്തെ നിക്ക് വരുന്നത്, അഥവാ നിക്കിനെ ഉറക്കിയതിന് ശേഷം. എന്നുവെച്ചാ നിക്കിയെ പോലെ വേറെ ആരോ ഈ വീട്ടിലുണ്ട് അല്ലേ? അതാരാ? അത് കണ്ടെത്തണം. ഇതുവരെ ആരുടെ നേരെ ഉപദ്രവം ഇല്ലാത്ത സ്ഥിതിക്ക് തൽക്കാലം പേടിക്കാനില്ല. പക്ഷെ അതിന്റെ സൗണ്ട് ഒരു ആൺനായന്റെ പോലത്തെ സൗണ്ടാണ്, നല്ല ബാസ് ഉള്ള സൗണ്ട്. ബ്ലാക്ക് സൗണ്ട് പോലെ അല്ലേ? ബ്ലാക്കി? അതാരാ? ആദ്യമായിട്ട് കേൾക്കാണല്ലോ. അത് പറഞ്ഞ അമ്മ ദേഷ്യപ്പെടരുത്. ഇല്ല, നീ പറ. അത് ഇന്നലെ രാവിലെ നിങ്ങൾ പോയതിനു ശേഷം ഞാൻ മുൻവശത്ത് കിടന്നുറങ്ങായിരുന്നു. അപ്പോഴാ. ഹലോ ഹലോ, ഒന്നിങ്ങ് നോക്കിയേ. അവസരം നീ അനുവാദം തന്നല്ലേ. കേട്ടിട്ട് മൊത്തത്തിൽ ഒരു വശപ്പശകുണ്ടല്ലോ അമ്മ. സംതിങ് റോങ്. ഈ ബ്ലാക്ക് എവിടുന്ന് വന്ന്? എവിടെ അവന്റെ വീട്? വീട് അറിയില്ല. ആ പിന്നെ ഈ തെങ്ങുംപറമ്പ് അതിനപ്പുറത്തെ വീട് അവന്റെ ബോസിന്റെ ആണെന്നാ പറഞ്ഞു. പുതുതായിട്ട് വന്ന താമസക്കാരാ. ഓ, ഇപ്പൊ മനസ്സിലായി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ആ സൈക്കോ പട്ടാളക്കാരൻ? നീ ഇന്നലെ പാടത്തുനിന്ന് കണ്ടേ? അങ്ങനത്തെ കറുത്ത പൊട്ടിയില്ല പിള്ളേരെ കടിച്ചത്? അതെ, കേട്ടിട്ട് അത് തന്നെയാന്ന് തോന്നുന്നു. അത് ശരി. നീ എന്തിനാ കണ്ട സ്ട്രേഞ്ചേഴ്സിന്റെ കൂടെ കമ്പനി കൂടാൻ പോണേ? അത് ഞാൻ അവൻ വിളിച്ചപ്പോ ചുമ്മാ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. സോറി, ഇനി ഉണ്ടാവില്ല. ഓക്കെ. അല്ല, എന്താ നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ? മറ്റേ നിക്കണ പൊക്കണ്ടേ? വേണം, പൊക്കണം. എന്തായാലും ഇന്ന് രാത്രി അത് വീണ്ടും വരാതിരിക്കൂല. ആ സമയത്ത് നമുക്ക് കയ്യോടെ പൊക്കണം. പക്ഷെ അതിനി അവൻ എപ്പോ വരും വിചാരിച്ചിട്ടാ? എപ്പം വന്നാലും ഇനി നട്ട പാതിരക്കാണെങ്കിലും നമുക്ക് ഉറക്കൊഴിച്ചിരുന്ന് അവനെ പിടിക്കണം. ഇതെന്തിനും കുറ്റിടണേ? കാര്യമുണ്ട്. ഇതുവരെ നടന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ നിക്ക് വരുന്ന സമയത്ത് ഒന്നാമത്തെ നിക്ക്, അതായത് ഈ നിക്ക് ഉറങ്ങായിരിക്കും. ഈ നിക്ക് എണീക്കുന്ന സമയത്ത് മറ്റേ നിക്ക് പോകും. ഓക്കെ. അതുകൊണ്ട് ദിയമോള് എപ്പോഴും ഇവിടെ തന്നെ വേണം, ഈ നിക്കിയുടെ അടുത്ത്. അതെന്തിന്? എന്തിനാണെന്ന് ചോദിച്ചാ രണ്ടാമത്തെ നിക്ക് വരുമ്പോ ഞങ്ങൾ അങ്ങോട്ട് പോകും. എന്താണ് അവർ പറയുന്നതെന്നും എന്താണ് അവരുടെ ഉദ്ദേശമെന്നും നമുക്കറിയണ്ടേ? അറിഞ്ഞിട്ടെന്താ കാര്യം? ഉദ്ദേശം സാധിച്ചു കൊടുക്കാൻ അമ്മയ്ക്ക് വല്ല പ്ലാനും ഉണ്ടോ? അങ്ങനെ ഒരു പ്ലാനും ഇല്ല. ഉദ്ദേശം എന്താന്ന് അറിഞ്ഞാലേ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടോന്ന് അറിയാൻ പറ്റൂ. അതിനാ. ഇനി നിങ്ങൾ അതിനെ കാണുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതിനും എനിക്കും തമ്മിൽ കാഴ്ചക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു? ഇല്ല, ഒരു വ്യത്യാസമില്ല. ഞാൻ കണ്ടതല്ലേ. അങ്ങനെ ഒറ്റ നോട്ടത്തിലുള്ള വ്യത്യാസമല്ല, ശ്രദ്ധിച്ചു നോക്കുമ്പോഴുള്ള വ്യത്യാസം. അത് ഞാനിന്ന് നോക്കാം. എന്റെ കൺമുന്നിൽ വന്ന സകലതും ഞാൻ നോക്കിക്കോളാം. ശബ്ദത്തിലുള്ള ആ വ്യത്യാസം മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. ആ ശബ്ദം നമുക്കിന്ന് റെക്കോർഡ് ചെയ്യാം. എല്ലാം ഞാൻ ഏറ്റു. എല്ലാം ഏറ്റെടുക്കണൊക്കെ കൊള്ളാം, ചെയ്തോണം. ആ സമയത്ത് പേടിച്ച് ഓടരുത്. പേടി എനിക്ക്, നിനക്കെന്നെ അറിയാഞ്ഞിട്ടാ. എന്തായാലും ഞാനും നിക്ക് ഇവിടെ തന്നെ ഉണ്ടാവണം. ദിയമോളും ഇങ്ങോട്ട് വന്നേ, അമ്മ ഒരു കാര്യം പറയട്ടെ. അതെന്തിനാ? അതൊക്കെ ഉണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഓക്കെ? എന്താ ഒരു രഹസ്യം പറച്ചില്? ഓ, അതൊന്നുമില്ല, അത് വേറൊരു കാര്യം. യെസ്, നിക്ക് ഉറങ്ങി.
That means അവർ എത്തിക്കഴിഞ്ഞു. നിക്കി രണ്ടാമൻ. സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. നമുക്ക് ഈ റൂമിൽ നിന്ന് മാറാം. ദിയമോളെ വാതിലടിച്ച് കുറ്റിട്ടോ. ഞങ്ങളെ വിളിച്ചാൽ മാത്രം വാതിൽ തുറന്നാൽ മതി. ഓക്കെ, അത് ഞാൻ അയച്ചു. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ദിയമോളെ വേഗം വാതിലടിച്ചോ. വേഗം വാ. എനിക്കൊന്ന് അന്വേഷിക്കണം. അറിയില്ല, എന്തെങ്കിലും ഞാൻ പറഞ്ഞത് അറിയില്ല. പിന്നെ എന്നെ എന്താണ് ശല്യപ്പെടുന്നത്? ഞാനൊരു പാവമാണ്. എന്നെ വെറുതെ എനിക്കതിനെ കഴിക്കില്ല. ഞാൻ എന്ത് തെറ്റാണ് എനിക്കറിയാം. എന്നെ കൊണ്ട് കഴിക്കില്ല. ശബ്ദം മാത്രം കേൾക്കുന്നുള്ളൂ അമ്മ. ആരെയും കാണുന്നില്ലല്ലോ. ആ ചെടിയുടെ മറവിൽ വല്ലതും ആയിരിക്കും. നോക്കിയിട്ടൊന്നും കാണുന്നില്ല. എന്നെയാണോ തിരയുന്നത്?